മോന് നിന്റെ മോളെ വളരെ ഇഷ്ടായി. എന്നാ പിന്നെ ഒരു ആലോചനയായിട്ട് ഇതങ്ങ് പ്രൊസീഡ് ചെയ്താലൊന്ന് കരുതി. അതാ ഈ വരവിന്റെ ഉദ്ദേശം. തർക്കിക്കണ്ട സാറേ, അച്ഛനമ്മമാരുടെ മനസ്സേ ഒരിക്കലും വേദനിക്കേണ്ടി വരരുത്. പിന്നെ സാറേ, ഈ തൊട്ടിൽ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ഡേറ്റ് ഒന്ന് കൃത്യമായിട്ട് കിട്ടിയിരുന്നെങ്കിൽ അതൊരു സൗകര്യമായിരുന്നേ. അല്ല, സാറിന് പറയാൻ ചമ്മലുണ്ടെങ്കിലേ ഗാഥപാഠം പറഞ്ഞാലും മതി. ഗാഥപാഠമാണല്ലോ കുഞ്ഞിനെ ഇങ്ങോട്ട് തരേണ്ടത്. ആദ്യത്തെ കൺമണി. അതെ മേഡം, സംഗതി മൊത്തത്തിൽ അങ്ങോട്ട് സീരിയസ് ആയിക്കൊണ്ടിരിക്കുക. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? എടോ, ഈ കുഞ്ഞിനെ കൈ കിട്ടിയാലേ താൻ എങ്ങനെയായിരിക്കും അതിനെടുക്കുന്നത്? ഒരു ട്രയൽ കാണിച്ചു തരോ? പിന്നെ ഭ്രാന്തല്ലേ മനുഷ്യന്. എടോ, ഇവിടെ ഇപ്പൊ ആരുമില്ല, നമ്മൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ. ഒന്ന് കാണിക്കടോ. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ് ഭംഗിയാക്കി തരാം. അയ്യടാ, അങ്ങനെ ഇപ്പൊ എന്റെ അഭിനയം കണ്ട് സുഖിക്കണ്ട. പാവാണ്. ആ മനസ്സിലെ സന്തോഷം മുഴുവൻ ഞാൻ ഇല്ലാതാക്കി കളയാണല്ലോ ഈശ്വര. ഒന്നും മനഃപൂർവ്വമല്ല നവീൻ, എന്നോട് പൊറുക്കണം. ഞാനൊന്ന് ഉറങ്ങാൻ പോവാ, എന്നെ വിളിക്കണ്ട. ഞാനെന്നാ അങ്ങോട്ട് വിളിക്കാം, നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാം. ശരി. സന്ദീ, മോളോടെ? അവക്ക് കുറച്ചു നേരം കിടക്കണമെന്ന് പറഞ്ഞു. ക്ഷീണം ഉണ്ടാവും. ഈ വീൽ ചെയറിലുള്ള ഇരിപ്പേ സത്യം പറഞ്ഞ അസഹ്യമായ ഒരു കാര്യമാണ്. ഇനിയിപ്പോൾ കുറച്ച് ദിവസം ഉണ്ടല്ലേ ഉള്ളൂ. സന്ദീ, ഞാനൊന്ന് ടൗൺ വരെ പോവാ, അവിടെ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഇതെന്തോ പറ്റി? വിളിച്ചപ്പോ നിങ്ങൾ ഇങ്ങോട്ട് വരുന്നില്ലെന്ന് പറഞ്ഞിട്ട് ഇതെന്താ പെട്ടെന്ന് തീരുമാനം മാറ്റിയേ? എടാ, മക്കള് വലുതായ പിന്നെ തീരുമാനം എടുക്കുന്നത് നമ്മളല്ലല്ലോ. അവരുടെ തീരുമാനങ്ങൾക്ക് നമ്മൾ വഴങ്ങിക്കൊടുക്കല്ലേ. ഇരിക്കുമോനെ. മോളെ വയ്യാത്തോണ്ട് വന്നോട്ടെങ്കിലും കിടന്നു. മോളെ വിളിക്കേ? വേണ്ട, മോളെ വിളിക്കാൻ വരട്ടെ. ഞങ്ങളിപ്പോ വന്നതേ നിന്നോടൊരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടിയാ. എന്താടാ? നിങ്ങൾ തമ്മിലൊരു വാക്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞത് ഞാൻ ഇപ്പോഴാ കേൾക്കുന്നത്. പക്ഷെ പോകാൻ തീരുമാനിച്ചപ്പോ ആ വാക്കങ്ങ് സീരിയസ് ആക്കിയാലോന്ന് ദേ ഇവനൊരു ആലോചന. എന്താ? എന്നാ വളച്ചിട്ടില്ലാണ്ട് കാര്യങ്ങൾ നേരെ അങ്ങ് പറയാം. മോന് നിന്റെ മോളെ വളരെ ഇഷ്ടായി. എന്നാ പിന്നെ ഒരു ആലോചനയായിട്ട് ഇതങ്ങ് പ്രൊസീഡ് ചെയ്താലൊന്ന് കരുതി. അതാ ഈ വരവിന്റെ ഉദ്ദേശം. ഇതിപ്പോ ഡബിൾ സർപ്രൈസ് ആയല്ലോ. സത്യം പറഞ്ഞാൽ മോളുടെ വിവാഹം ഉടനെ നടത്തണമെന്ന് പൂജാരി എന്നോട് പറഞ്ഞായിരുന്നു. അവളുടെ ജാതകം അനുസരിച്ച് പെട്ടെന്ന് നടത്തണമെന്ന്.
അപ്പൊ പിന്നെ നമ്മൾ പരസ്പരം കണ്ടത് ഒരു നിമിത്തമായിട്ട് കരുതിയാ മതി. അല്ല, ആലോചന ഞങ്ങൾ അങ്ങോട്ട് വെച്ചതാ. എതിർപ്പെന്തെങ്കിലും ഉണ്ടെങ്കിൽ നിനക്ക് പറയാൻ കേട്ടോ. എടാ, എന്റെ മകളെ അവക്ക് ഏറ്റവും സന്തോഷം കിട്ടുന്ന സ്ഥലത്തേക്ക് പറഞ്ഞയക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഉം. അത് നിന്റെ അടുത്തേക്കാണെങ്കിൽ പിന്നെ എനിക്കെന്ത് സംശയിക്കാനാ? പക്ഷേ ഒരേ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അതെന്താ? സത്യം പറഞ്ഞ അച്ഛനമ്മമാര് പറഞ്ഞ് സമ്മതിപ്പിച്ച് പെൺകുട്ടിയെ ഒരു വിവാഹ പന്തലിലേക്ക് കൊണ്ടുവരുന്ന സിസ്റ്റത്തോട് പണ്ടേ എനിക്ക് എതിർപ്പാ. അതുകൊണ്ട് എനിക്ക് അവളോടൊന്ന് ചോദിക്കണം, അവക്ക് സമ്മതമാണോ എന്ന് അറിയണം. അത് വേണ്ട കാര്യമല്ലേ? ഒരു കാര്യം ചെയ്യ്, മോളോട് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചിട്ട് നീ അറിയിച്ചാ മതി. എന്നിട്ട് നമുക്ക് പ്രൊസീഡ് ചെയ്യാം. ഓക്കെ? ആ ഓക്കെ. നമ്മുടെ സൗഹൃദം നമ്മുടെ മക്കളിലൂടെ മുന്നോട്ട് പോട്ടെ. എന്താ? അല്ല, അത് പറഞ്ഞിട്ട് അങ്ങ് എണീക്കണോ? ഏതായാലും വന്നു. ഇനി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് മോളോട് ചോദിച്ചിട്ട് അവളുടെ തീരുമാനം കൂടെ അറിഞ്ഞിട്ട് പോയാ പോരെ? അത് വേണ്ട. സമ്മതം ചോദിക്കുമ്പോ ആ കുട്ടിക്കൊരു ഫ്രീഡം വേണമല്ലോ. അത് ശ്രീനിവാസ സൗകര്യമായിട്ട് ചോദിച്ചാ മതി. അങ്ങളെ അത് തെറ്റി തെറ്റിദ്ദ എന്തുകൂടെ എന്തു ചെയ്യും പറയുന്നേ? കേക്കട്ടാ നിന്റെ മലയാളം. തെറ്റിദ്ധരിക്കരുത്. ആ അതെ അതെ അതെ, അതാണ് കറക്റ്റ്. തെറ്റിദ്ധരിക്കല്ലേ. നിന്റെ ആഗ്രഹങ്ങൾ പോലെ കാര്യങ്ങളൊക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ എന്റെ മോള് നിന്നെ നന്നായിട്ട് മലയാളം പഠിപ്പിച്ചു തരും കേട്ടോ. എന്നാ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങട്ടെ. ആ ഓക്കെ അങ്കിൾ, ശരി. ആ. നീ മോളോട് കാര്യം പറഞ്ഞോ? അത് അമ്മ ഒന്നും പറഞ്ഞില്ലേ മോളെ? ഇല്ല. നീ വാ സംസാരിക്കാം. മോള് ഉറക്കമായിരുന്നല്ലോ. ആ സമയത്ത് ഇവിടെ ചില ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. ആരാണെന്നറിയോ?